അജീഷെ, ഈ 5:45 ഒരു വാർത്താ സമ്മേളനം ഉണ്ട് എന്ന് പറയുന്നു. അതനുസരിച്ച് ഇന്ത്യൻ ആർമിയുടെ വാർത്താ സമ്മേളനത്തിന് വേണ്ടി എല്ലാ മാധ്യമങ്ങളും തയ്യാറെടുക്കുന്നു. പക്ഷേ അത് ഇപ്പോൾ മാറ്റിവെച്ചിട്ട് 10 മണിക്കാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ എന്താണ് പെട്ടെന്ന് ആ വാർത്താ സമ്മേളനം മാറ്റാനുണ്ടായ കാരണം? ക്രിസ്റ്റീന, എന്തായാലും ഈ വാർത്താ സമ്മേളനം രാവിലെ 5:45 ഉണ്ടാകുമെന്നായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന അറിയിപ്പ്. ഇത് ചില ദേശീയ മാധ്യമങ്ങളടക്കമായിരുന്നു നൽകിയിരുന്നത്. സൗത്ത് ബ്ലോക്കിൽ വെച്ച് സൈനിക മേധാവി അടക്കമുള്ളവർ കാണുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ആരൊക്കെയാണ് ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എന്ന് വ്യക്തമാക്കിയിരുന്നില്ല. ഇപ്പോൾ വരുന്ന അറിയിപ്പ്, അത് 6 മണി കഴിഞ്ഞ ഉടനെയും ഇത് തുടങ്ങാത്തതിനെ തുടർന്ന് ഇപ്പോൾ വരുന്ന അറിയിപ്പ് എന്ന് പറയുന്നത് സൈന്യത്തിന്റെ ഈ വാർത്താ സമ്മേളനം മാറ്റിവെച്ചു എന്നാണ്. 10 മണിക്ക് ആയിരിക്കും അടുത്ത വാർത്താ സമ്മേളനം നടത്തുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അസാധാരണമായ ഒരു സംഭവം തന്നെയാണ് അത്. രാവിലെ സൈന്യത്തിന്റെ വാർത്താ സമ്മേളനത്തോടൊപ്പം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും പങ്കെടുക്കുമെന്ന സൂചനകളൊക്കെ ഉണ്ട്. അതായത് ഇത്രയും തന്ത്രപ്രധാനമായ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന 2 കേന്ദ്രമന്ത്രിമാരുടെ സാന്നിധ്യം ആ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന സൂചനകൾ കൂടി വരുന്നുണ്ടല്ലോ. ക്രിസ്റ്റീന, കഴിഞ്ഞ ദിവസം ഇവരുടെ അധ്യക്ഷതയിൽ ചില യോഗങ്ങൾ ചേർന്നിരുന്നു. പ്രധാനമന്ത്രി അടക്കം ഈ സൈനിക മേധാവിമാരെയും ഒപ്പോൾ തന്നെ ഈ വിദേശകാര്യ മന്ത്രിയും ഒപ്പോൾ തന്നെ പ്രതിരോധ മന്ത്രി അടക്കമുള്ളവരെ കണ്ടിരുന്നു. പക്ഷേ ഇവർ ഒരുമിച്ച് വാർത്താ സമ്മേളനം നടത്തുമോ എന്നുള്ള കാര്യത്തിലും ഔദ്യോഗികമായി ഇതുവരെയ്ക്കും അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടേക്കാം. കഴിഞ്ഞ ദിവസങ്ങൾ തുടരെയുള്ള യോഗങ്ങൾ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലൊക്കെ ചേർന്നിരുന്നു. പക്ഷേ ഈ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ഇതുവരെയ്ക്കും കിട്ടിയിട്ടില്ല. അവർ ഒരുമിച്ച് മാധ്യമങ്ങളെ കാണുമോ എന്നുള്ള കാര്യത്തിൽ. പ്രത്യേകിച്ച് ഈ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഈ ഒരു ആക്രമണം ഉണ്ടാവുന്ന ഒരു പശ്ചാത്തലത്തിൽ രാജ്യം എന്ത് തുടർ നടപടിയായിരിക്കും സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ഇന്ത്യയുടെ പല അതിർത്തി പ്രദേശങ്ങളിലടക്കം ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. മാത്രമല്ല പല സ്ഥലങ്ങളിലും പാകിസ്ഥാന്റെ പോർ വിമാനങ്ങൾ കണ്ടതായും ഒരു പോർ വിമാനം വെടിവെച്ചിട്ടതായും ഒക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ തുടർ നടപടി എന്താണ് എന്നുള്ളത് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. എന്താകും ഇന്ത്യയുടെ തുടർ നടപടി സ്വീകരിക്കുക? അത് വിദേശകാര്യമന്ത്രിയും ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രിയും അത് ഒരുമിച്ചിരുന്ന് വ്യക്തമാക്കുമോ? അതോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ വിദേശകാര്യ സെക്രട്ടറിയും സൈനിക ഉദ്യോഗസ്ഥരും ചേർന്നാകും ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിക്കുക എന്നുള്ളതാണ് പ്രധാനമായും അറിയേണ്ടത്. എന്തായാലും ഇപ്പോൾ കുറച്ച് സമയം മുമ്പ് നമ്മൾ പുറത്തു വന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് ഒരു പാക് ഫൈറ്റർ നമ്മൾ വെടിവെച്ച് ഇട്ടു എന്നുള്ളതാണ്. അത് പൂഞ്ചിലാണ് ഈ സംഭവം. പാകിസ്ഥാന്റെ ഫൈറ്റർ വിമാനം ഇന്ത്യ വെടിവെച്ചിട്ടു. ഇന്ത്യയുടെ വ്യോമ അതിർത്തി കടന്നതിനെ തുടർന്നാണ് സൈനിക നീക്കം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ അമൃത്സറിലേക്കും മറ്റും ചില പാകിസ്ഥാന്റെ പോർ വിമാനങ്ങൾ അതിർത്തി കടന്ന് ഇന്ത്യയുടെ റഡാറിൽ കണ്ടു എന്നുള്ളൊരു വിവരം കൂടി വരുന്നു. അത് ഒന്നിലധികം പാക് പോർ വിമാനങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിലും ചില ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ വരാനുണ്ട്. ചില ദേശീയ മാധ്യമങ്ങളടക്കമുള്ളവരാണ് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇക്കാര്യങ്ങളടക്കം തന്നെ ഈ സൈനിക ഉദ്യോഗസ്ഥരുടെ വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ തിരിച്ചടികൾ ചില പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാന മേഖലകളിലൊക്കെ ഈ ഇന്ത്യ തിരിച്ചടി നൽകി എന്നുള്ളതായിരുന്നു നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ അതായത് പാകിസ്ഥാന്റെ എയർ ബേസുകൾ ഇന്ത്യ ഡ്രോൺ ആക്രമണം വഴി തകർത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നൂർഖാൻ, റാഫിക്കി, മുറീദ് എയർ ബേസുകൾക്ക് നേരെയായിരുന്നു ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ഇക്കാര്യത്തിലടക്കം ഔദ്യോഗികമായിട്ടുള്ളൊരു വിശദീകരണം, ഔദ്യോഗികമായൊരു സ്ഥിരീകരണം വാർത്താ സമ്മേളനത്തിലായിരിക്കും നടത്തുക. അതുകൊണ്ട് അവരുടെ വാർത്താ സമ്മേളനം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. 5:45 ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് അത് മാറ്റിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 10 മണിയോടെ ഉണ്ടാകുമെന്നാണ്. അത് സെയിം സ്ഥലത്ത് തന്നെ ഈ സൗത്ത് ബ്ലോക്കിൽ തന്നെ 10 മണിയോടെ ഈ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ത്യ ഇതുവരെയ്ക്ക് ഇന്നലെ രാത്രിയിലുണ്ടായ പ്രത്യാക്രമണവും തിരിച്ചടിയും ഒക്കെ എന്തൊക്കെയാണ് നടത്തിയത് എന്നുള്ള കാര്യങ്ങളായിരിക്കും ഈ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുക. കഴിഞ്ഞ ദിവസം അതായത് മെനഞ്ഞാന്ന് നമ്മൾ നൽകിയത് ഏതാണ്ട് 50-ലധികം ഡ്രോണുകൾ വെടിവെച്ചിട്ടുന്നതാണ്. പിന്നീട് വാർത്താ സമ്മേളനത്തിലാണ് മനസ്സിലാക്കി ഏതാണ്ട് വടക്ക് നമ്മുടെ സിയാച്ചിൻ ബേസിലെ ലഡാക്ക് മുതൽ ഗുജറാത്തിലെ കുച്ച് മേഖലകൾ വരെ റൺ ഓഫ് കുച്ച് മേഖല വരെ ഏതാണ്ട് 300 മുതൽ 400 ഡ്രോണുകൾ പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലേക്കും ഒപ്പം തന്നെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് വന്നു എന്നും അതിൽ പലതും നമുക്ക് നിർവീര്യമാക്കാൻ കഴിഞ്ഞുവെന്നും വ്യക്തമാക്കിയത്. തുടർച്ചയായി ഇന്നലെയും അതിന്റെ തുടർച്ചയായി ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായി. പല മേഖലകളിൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായി. ഇത് പലതും നമുക്ക് തടുക്കാൻ സാധിച്ചു. ചിലത് നമ്മുടെ സാധാരണക്കാരുടെ ചില കേന്ദ്രങ്ങളിൽ വീഴുകയും ചിലർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു. ഇതിലൊക്കെ സൈന്യം എങ്ങനെയാണ് എത്ര ഡ്രോണുകൾ ഉണ്ടായിരുന്നു